നമസ്കാരം. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം 8ഓളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടന്നുപോയ ഒരു വർഷമാണ് 2024. ഇതോടുകൂടി അതായത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് 2025 ഫെബ്രുവരിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അത് ദില്ലിയിലാണ്. അത് മറ്റൊന്നുമല്ല, 2025 ഫെബ്രുവരിയിലാണ് ദില്ലി നിയമസഭയുടെ കാലാവധി കഴിയുന്നത്. അവസാന തെരഞ്ഞെടുപ്പ് 2020 നടന്നത്. 2020 2015 2013 ദില്ലി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു. 2013 ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല. പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ ആ സർക്കാർ 2 വർഷം മാത്രമേ നീണ്ടുള്ളൂ. 2015 അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ 2015 വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. 2020 അത് തുടർന്നു. 70 അംഗ നിയമസഭയിൽ 66 സീറ്റും വിജയിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു. അത്രമേൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചത്. വീണ്ടും 2025 ദില്ലിയിൽ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നും അധികാരം പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് BJP. കാരണം ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു നിൽക്കുകയാണ്. അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം മുഴുവൻ. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി, പാർട്ടി MP മാർ, മന്ത്രിമാർ ഇവരെല്ലാം തന്നെ ദില്ലി മദ്യനയ അഴിമതി കേസിൽ പ്രതികളാവുകയും ആ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുകയും ചെയ്തവരാണ്. അവരെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാണ് എന്നുള്ളതാണ്. വലിയ അഴിമതി ആരോപണങ്ങളാണ് ഇവരുടെ പേരിൽ. കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി അഴിമതി ആരോപണമാണ് ഈ നേതാക്കളുടെ എല്ലാം പേരിൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അഴിമതിക്കെതിരെ പടപൊരുതുന്ന ഒരു പാർട്ടി എന്ന പ്രതിച്ഛായയുമായി ദില്ലിയിൽ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിക്ക് അവരുടെ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഈയിടയ്ക്കാണ് ആം ആദ്മി പാർട്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു നേതാവ് BJPയിലേക്ക് വന്നത്. ഇങ്ങനെ നിരവധി അണികളും അതുപോലെ തന്നെ പ്രാദേശിക പ്രവർത്തകരുമെല്ലാം BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അഴിമതി ആരോപണങ്ങളിൽ നട്ടം തിരിയുന്ന അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും ദില്ലിയിലുണ്ടായി. ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പഴയ ജനപിന്തുണ കിട്ടില്ല എന്നുറപ്പാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടിരുന്നു. BJPയാണ് ഈ 7 സീറ്റുകളും വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഭരണം തിരിച്ചുപിടിക്കുക എന്നത് എളുപ്പമാണ്. ഇതാണ് അവസരം എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും BJP തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഭരണം പിടിച്ചാൽ മാത്രം പോരാ, അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ തറപറ്റിക്കണം എന്നാണ് ഇപ്പോൾ BJP ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കാനായി പാർട്ടിയുടെ ശക്തനും ജനകീയനുമായ നേതാവ് പർവേഷ് വർമ്മയെ പാർട്ടി നിയോഗിച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ന്യൂഡൽഹി മണ്ഡലത്തിലേക്ക് അനൗദ്യോഗികമായി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് പർവേഷ് വർമ്മയാണ്. പർവേഷ് വർമ്മ 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചയാളാണ്. 2 തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചയാളാണ്. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹ്റോളി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചയാളാണ്. ഇങ്ങനെ മത്സരിച്ചപ്പോഴെല്ലാം വിജയിച്ച ചരിത്രമുള്ള ജനകീയനായിട്ടുള്ള നേതാവാണ് പർവേഷ് വർമ്മ. ആ പർവേഷ് വർമ്മയ്ക്ക് അവിടെ മത്സരിക്കാനുള്ള അനുമതി നൽകുകയും മണ്ഡലത്തിൻ്റെ ചുമതല നൽകുകയും മണ്ഡലത്തിൽ പാർട്ടിയുടെ സംഘടന മെഷീനറി ശക്തിപ്പെടുത്താനുള്ള ദൗത്യവുമായി ഇതിനോടകം തന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് സൂചന. അതായത് സ്ഥാനാർത്ഥികളെ ആരും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കുമെന്നതുപോലും ഒരു സൂചനയില്ല. ആ സമയത്ത് തന്നെ BJP അരവിന്ദ് കെജ്രിവാളിനെതിരായ എതിർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ BJPയുടെ ലക്ഷ്യങ്ങൾ വലുതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ന്യൂഡൽഹി മണ്ഡലത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ തറപറ്റിക്കുക, അതിനുശേഷം ആം ആദ്മി പാർട്ടിയെ ദില്ലിയിൽ നിന്നും തുരത്തി ഓടിക്കുക, അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ വനവാസം നൽകുക, ദില്ലി ഭരണം തിരിച്ചു പിടിക്കുക, ഇതൊക്കെയാണ് പാർട്ടി സംസ്ഥാന ഘടകം BJPയുടെ ദില്ലി ഘടകം ലക്ഷ്യമിടുന്നത്. BJPയുടെ കേന്ദ്ര നേതൃത്വവും അവർക്ക് ഉറച്ച പിന്തുണയുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനൗദ്യോഗികമായിട്ടാണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകാൻ BJPയെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം. ഇപ്പോൾ നടന്നു വരുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം
ആ ശീതകാല സമ്മേളനം അവസാനിച്ചാൽ ഏതാനും മണ്ഡലങ്ങളിലേക്ക് ഔദ്യോഗികമായി ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും BJP പോകും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് BJP വളരെ കൃത്യമായ ഗെയിം പ്ലാൻ ദില്ലിയിൽ തയ്യാറാക്കി കഴിഞ്ഞു. പർവേഷ് വർമ്മ പാർട്ടിയുടെ ജനകീയനായ നേതാവാണ്. മാത്രമല്ല 1996 മുതൽ 98 വരെ ദില്ലിയിൽ മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ് ഈ പറയുന്ന പർവേഷ് വർമ്മ. അങ്ങനെ ജനകീയനായ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വൻ വിജയം നേടാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ എതിരെ BJP രംഗത്തിറക്കുകയാണ്. കേവലം ദില്ലി പിടിക്കുക മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക, ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലോടുകൂടിയാണ്, അല്ലെങ്കിൽ എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിയാണ് BJP മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാവുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.